ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്നലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടന്ന ആദ്യ സെമി ഫൈനൽ മത്സരത്തിന്റെ ആദ്യപാദ പോരാട്ടത്തിൽ വിജയം സ്വന്തമാക്കാൻ ബംഗളൂരു എഫ് സിക്ക് സാധിച്ചിട്ടുണ്ട്. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് എഫ് സി ഗോവയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. സ്വന്തം മൈതാനത്ത് വെച്ചുകൊണ്ട് നടന്ന ഈയൊരു മത്സരത്തിലാണ് ഇപ്പോൾ ബംഗളൂരു എഫ് സി വിജയം സ്വന്തമാക്കിയിട്ടുള്ളത്. മത്സരത്തിന്റെ 42ാമത്തെ മിനിറ്റിൽ എഫ് സി ഗോവയുടെ താരമായ സന്ദേശ് ജിങ്കൻ ഒരു സെൽഫ് ഗോൾ വഴങ്ങുകയായിരുന്നു. പിന്നീട് 52ാമത്തെ മിനിറ്റിൽ എഡ്ഗാർ മെൻഡസ് ബംഗളൂരു എഫ് സിയുടെ ലീഡ് ഉയർത്തി എന്നുള്ളതാണ്. നംഗ്യാൽ ബൂട്ടിയയുടെ ഒരു അസിസ്റ്റിൽ നിന്നായിരുന്നു എഡ്ഗറിന്റെ ഗോൾ പിറന്നിരുന്നത്. അങ്ങനെയാണ് എതിരില്ലാത്ത 2 ഗോളുകളുടെ ഒരു വിജയം ഇപ്പോൾ ബംഗളൂരു എഫ് സി സ്വന്തമാക്കിയിട്ടുള്ളത്. ഫൈനലിന്റെ തൊട്ടരികിൽ എത്താൻ അവർക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇതേക്കുറിച്ച് അവരുടെ പരിശീലകനായ സരഗോസ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് ഇത് സന്തോഷിക്കാനുള്ള ഒരു സമയമല്ല, മറിച്ച് 2ാം പാദത്തിന് ഒരുങ്ങാനുള്ള ഒരു സമയമാണ് എന്ന ഒരു മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ബംഗളൂരു പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾ അർഹിച്ച വിജയമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്, നിർണായകമായ വിജയമാണ് നേടിയിട്ടുള്ളത്. പക്ഷേ അടുത്ത മത്സരത്തിൽ ഞങ്ങൾ ഫോക്കസ് ചെയ്യണം. അതാണ് ഇപ്പോൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം. ഇത് ഒരിക്കലും സന്തോഷിക്കാനുള്ള സമയമല്ല, ഇത് റിക്കവർ ആവാനുള്ള സമയമാണ്. ഞാനത് എൻ്റെ താരങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഗോവയിൽ ഞങ്ങൾക്ക് ഒരുപാട് ഫൈറ്റ് ചെയ്യേണ്ടി വരും. അവിടെ ഞങ്ങളെ കാത്തിരിക്കുന്നത് കടുപ്പമേറിയ മത്സരമായിരിക്കും. ഇതാണ് സരഗോസ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇന്ന് ISL നടക്കുന്ന 2ാം സെമി ഫൈനൽ പോരാട്ടത്തിൽ മോഹൻ ബഗാൻ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. എതിരാളികൾ ജംഷഡ്പൂർ എഫ് സി ആണ്. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 7:30 ജംഷഡ്പൂരിന്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.